പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ AJ സ്റ്റൈൽസ് കോഡി റോഡ്സിനെ ആക്രമിച്ച രീതിയെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലേക്കുള്ള സെഗ്മെൻറ്റ് ബിൽഡപ്പ് കൊടുത്തത് AJ സ്റ്റൈൽസിൻ്റെ ഫ്യൂച്ചറിനെ അഡ്രസ്സ് ചെയ്യുന്ന AJ സ്റ്റൈൽസിൻ്റെ പ്രൊമോ സെഗ്മെൻറ്റ് കാണാൻ സാധിക്കുമെന്നുള്ള ആ ഒരു അഡ്വർടൈസ്മെൻറ്റോട് കൂടിയിട്ടാണ്. AJ സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ പോകുകയാണ് എന്നുള്ള ഒരു തലത്തിലാണ് പിന്നീടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലുടനീളമുള്ള സെഗ്മെൻറ്റുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. AJ സ്റ്റൈൽസിൻ്റെ OC എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പർ ആയ മിയായിം എന്ന് പറയുന്ന റെസ്ലറിനോട് വരെ ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ റിട്ടയർമെൻറ്റ് AJ സ്റ്റൈൽസ് പ്രഖ്യാപിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുകയുണ്ടായി. കൂടാതെ ഈ ഒരു സെഗ്മെൻറ്റിന് മുൻപ് ബാക്ക് സ്റ്റേജിലൂടെ AJ സ്റ്റൈൽസ് നടന്നു വരുമ്പോൾ LA നൈറ്റ്, കോഡി റോഡ്സ് തുടങ്ങിയവർക്ക് കൈ കൊടുക്കുന്നുണ്ട്. AJ സ്റ്റൈൽസിൻ്റെ ദി OC എന്ന ഫാക്ഷനിലെ അംഗങ്ങളായിരുന്ന ലുക്ക് ഗാലോസ്, കാർൽ ആൻഡേഴ്സൺ തുടങ്ങിയവർ AJ സ്റ്റൈൽസിന് കൈ കൊടുത്തുകൊണ്ട് പിന്നീട് ആ ഒരു എൻട്രൻസ് സ്റ്റേജിലൂടെ റിങ്ങിലേക്ക് AJ സ്റ്റൈൽസിൻ്റെ ഒപ്പം ആൻഡേഴ്സണും ഗാലോസും കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് AJ സ്റ്റൈൽസ് റിങ്ങിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ അഡ്രസ്സ് ചെയ്യുകയായിരുന്നു. ഫാമിലിക്കൊപ്പം സമയം ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ 20 വർഷം ഈ ഒരു റിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. ഇനി തൻ്റെ ഫാമിലിക്കൊപ്പം പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഗാലോസ്, ആൻഡേഴ്സൺ ഇവർ 2 സ്വീറ്റ് എന്ന് പറയുന്ന ആ ഒരു സൈൻ അവസാനമായി യൂസ് ചെയ്യുന്നതും നമുക്ക് ആ ഒരു റിങ്ങിൽ ആ ഒരു സമയത്ത് കാണാൻ സാധിച്ചു. പിന്നീട് അവിടേക്ക് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. കോഡി റോഡ്സ് ആ ഒരു റിങ്ങിലേക്ക് വരുന്നു. നിങ്ങളൊരു ഫിനോമിനൽ പെർഫോമർ ആണെന്ന് പറയുന്നു. ഏറ്റവും മികച്ച മത്സരം തനിക്ക് ഈ ഒരു ഫ്രാൻസിൽ നൽകിയ ഒരു ആളാണ് കോഡി എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്മാക്ഡൗൺ ഞാൻ ബിൽഡ് ചെയ്തതാണ്, അതിൻ്റെ താക്കോൽ നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇമോഷണലായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് കോഡി റോഡ്സ് AJ സ്റ്റൈൽസിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു എൻഡിങ്ങിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. കാരണം മുൻപ് ഇതേ ഒരു സെഗ്മെൻറ്റ് WWE ഇതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ചെയ്തപ്പോൾ ഇത് വളരെ സർപ്രൈസ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ആ ഒരു പോക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് മുൻപത്തെ മാർക്ക് ഹെൻറി, ജോൺസിന തുടങ്ങിയവരുടെ സെഗ്മെൻറ്റ് റീക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും എന്നുള്ളത്. അതേ ഒരു രീതിയിൽ തന്നെ, അതേ ഒരു പാറ്റേൺ തന്നെയാണ് അവർ ഈ ഒരു സ്റ്റോറി ലൈന് വേണ്ടിയിട്ടും ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് AJ സ്റ്റൈൽസ് കോഡിയെ ആക്രമിച്ചു എന്ന് ചോദിക്കുമ്പോൾ AJ സ്റ്റൈൽസിന് വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം ലഭിക്കണം. അത് ഇപ്പോൾ AJ സ്റ്റൈൽസ് ഏൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇരുവരും തമ്മിലുള്ള ആ ഒരു മത്സരമായിരിക്കും ഇനി ക്ലാഷ് അറ്റ് ദി കാസിലിൽ നടക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, AJ സ്റ്റൈൽസ് ആയിരിക്കും മിക്കവാറും കോഡിയുടെ അടുത്ത എതിരാളി എന്നുള്ളത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ സ്മാക്ഡൗണിലൂടെയും കാണാൻ സാധിച്ചത്. OC എന്ന് പറയുന്ന ഗ്രൂപ്പ് AJ സ്റ്റൈൽസിൻ്റെ കൂടെ ഈ ഒരു റിങ്ങിലേക്ക് വന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതായത് AJ സ്റ്റൈൽസ് കോഡി റോഡ്സിനെ ആക്രമിക്കുന്ന സമയത്ത് ഒഫീഷ്യൽസിനോ റെഫറീസിനോ അങ്ങോട്ടേക്ക് കയറി വരാൻ സാധിക്കുന്നില്ല. കാരണം OC അവരെ തടഞ്ഞു നിർത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കൂടി അവർ ഈ ഒരു സ്റ്റോറി ലൈന് ഇടയിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും കോഡി റോഡ്സിനെ നെക്സ്റ്റ് ജോൺസിനെ ആയി, അതായത് ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ടും AJ സ്റ്റൈൽസിനെ ടോപ്പ് ഹീലായിട്ടുമാണ് അവർ ഇന്നത്തെ സ്റ്റോറി ലൈനിലൂടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. കോഡി റോഡ്സിനെ സംബന്ധിച്ച് AJ സ്റ്റൈൽസ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തും എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും കോഡി റോഡ്സിൻ്റെ ഫ്യൂഡുകളിൽ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്കാണ് AJ സ്റ്റൈൽസിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് കടന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.